ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചെയ്ത എല്ലാ വീഡിയോസിലും വെച്ചിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ വെഡിങ്ങിന് ഞാൻ യൂസ് ചെയ്ത സാരീസും ലാച്ചയുമാണ്. എൻ്റെ മാരേജ് 2016 ജനുവരിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു 4.5 വർഷം മുന്നേയുള്ള മെമ്മറീസ് ആണ് കേട്ടോ. നിങ്ങൾക്കിത് ബോറിംഗ് ആവോ ഇൻട്രസ്റ്റിംഗ് ആവോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കമൻസിൽ പറയൂ. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, മാരേജുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്തത് ഒരു അറബിക് ലാച്ചയാണ്. എൻഗേജ്മെൻറ്റിന് സാരി വേണ്ടെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെഡ്ഡിങ്ങിൻ്റെ ബാക്കി എല്ലാ ഫംഗ്ഷൻസിനും സാരിയാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റിന് കുറച്ച് ഡിഫറെൻ്റ് ആവണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ലാച്ച, ലെഹങ്ക അങ്ങനെ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. 1-2 കടകളിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ഒരു ബോഡി ടൈപ്പിന് ചേരുന്ന ഔട്ട്ഫിറ്റ് എങ്ങനത്തെയൊക്കെയാണ്, കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് എറണാകുളത്താണ്. അപ്പോൾ എറണാകുളത്ത് മെയിൻ തുണിക്കടകളൊക്കെ ഒരു 10 കിലോമീറ്ററിനകത്ത് വരുന്നതാണ്. അപ്പോൾ നമുക്കൊരു 1-2 കടകളിൽ പോയി നോക്കിയെന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കില്ല. കടകളിലൊക്കെ കയറി ഇറങ്ങുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഷീമാട്ടിയിൽ കയറി. അപ്പോൾ അവിടെ കയറുമ്പോൾ വരെ എനിക്ക് മനസ്സിലുണ്ടായില്ല ഇവിടെ നിന്ന് കിട്ടുമെന്ന്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഷീമാട്ടിയിൽ കയറി നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇവിടെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും, നമ്മൾ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ നിന്ന് ഇവിടെ കിട്ടാൻ വഴിയില്ല എന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും കുഴപ്പമില്ല, ഒരു മണിക്കൂറിൻ്റെ കാര്യമില്ലേ, പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കൂടെ കയറി. അവിടെ ചെന്നപ്പോൾ അവർ ഒരുപാട് സ്റ്റൈൽസ് കാണിച്ചു. ഞാൻ ഇതിനു മുന്നേ കാണാത്തതും ട്രൈ ചെയ്ത് നോക്കാത്തതായിട്ടുള്ള ഒരുപാട് സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നായിരുന്നു ഈ അറബിക് ലാച്ച. അതങ്ങനെ ഒരുപാട് കോമണും അല്ല, അങ്ങനെ അധികം ആൾക്കാരെ അത് ചൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇതാണ് ആ സംഭവം. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്, ഫുൾ സ്റ്റോണാണ്, നല്ല കട്ടിയുള്ള സ്റ്റോൺ തന്നെയാണ് കേട്ടോ, വെയിറ്റുള്ള സ്റ്റോണാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനൊരു സൽവാർ പോലെയാണ്. അപ്പോൾ അന്നേരം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതിൻ്റെ സൽവാർ പോലെയാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ, ഇപ്പോൾ നമ്മുടെ ഈ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞാലും എന്തെങ്കിലും പാർട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈവനിങ് ഫംഗ്ഷൻസിനൊക്കെ ഇത് ഇടാലോ, ഇത് ചുരിദാറാക്കിയിട്ട് ഇടാലോ, സൽവാർ മോഡൽ ഇടാലോ എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറയാലോ, അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ആകെ ഒരൊറ്റ തവണ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കും. അല്ലാതെ ഇത് കല്യാണത്തിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാനിത് കൈകൊണ്ട് തൊടുന്നത്. അപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഞാൻ വാങ്ങിച്ചത് ലുലു മോളിലുള്ള കുശൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. എൻ്റെ ഈ എല്ലാ ഫംഗ്ഷൻസിനും മേക്കപ്പ് ആൻഡ് ഹെയർ ഡൂ ചെയ്തത് ടോണി മൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, എറണാകുളത്തുള്ളതാണ്. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നോർമൽ മേക്കപ്പ് അല്ലെങ്കിൽ സിമ്പിൾ മേക്കപ്പ് ചെയ്ത് തന്നെ ഒതുക്കി കളയരുത്, എനിക്ക് നന്നായിട്ട് ഹെവി മേക്കപ്പ് തന്നെ വേണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൻ്റെ കഴിവ് മൊത്തം പുറത്തെടുത്തു എന്ന് ഞാൻ പുള്ളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറബിക് ലാച്ചയുടെ സ്കേർട്ടാണ് ആദ്യം കാണിക്കുന്നത്. സ്കേർട്ടിൻ്റെ ബോർഡറാണിത് കേട്ടോ. ഇതിൽ ഗോൾഡൻ ത്രെഡും പീച്ച് കളറത്തെ വെൽവെറ്റുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സ്കേർട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലെയറിൽ വരുന്നത് പ്ലെയിൻ നെറ്റും പിന്നെ ബോർഡറും മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ലെയർ ആകുമ്പോൾ പീച്ച് ആൻഡ് ഗോൾഡൻ കളറിൽ കുറച്ച് ഡിസൈനുള്ള നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ലെയർ പീച്ച് കളറിൽ തന്നെ സ്ലബ് സിൽക്ക് മെറ്റീരിയലാണ്. ഫോർത്ത് സ്റ്റിഫ് നെറ്റ്, പിന്നെ 5ാമത്തെ ലെയർ ക്രേപ്പാണ് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 5 ലെയറിലുള്ളൊരു സ്കേർട്ടാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ സൽവാർ മോഡലിലുള്ള ടോപ്പ്. ഈ വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം സ്റ്റോൺസ് ഫിക്സ് ചെയ്തേക്കുവാണ്, അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെവിയാണ്. പിന്നെ ഇതിൻ്റെ അറ്റത്തായിട്ട് വെൽവെറ്റിൻ്റെ ചെറിയൊരു ബോർഡർ ഉണ്ട്. ഹാൻഡ് എംബ്രോയ്ഡറിയാണ് ബാക്കിയെല്ലാം വന്നിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റോൺസിൻ്റെ ഡിസൈന് ചുറ്റുമായിട്ട് പീച്ച് കളറിലത്തെ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോൺസ് എല്ലാം പല വലിപ്പത്തിലുള്ളതാണ്, ചെറുത് മുതൽ വലുത് വരെ ഉണ്ട്. അതിൽ ഏറ്റവും വലുതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പർ ബോഡിയിൽ കപ്സ് ഇൻസേർട്ട് ആയിട്ടാണ് വരുന്നത്. ടോപ്പ് ഭയങ്കര ഹെവി ആയതുകൊണ്ട് ഷോൾ കുറച്ച് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ നെറ്റും ബോർഡേഴ്സും മാത്രമേ ഇതിന് വന്നിട്ടുള്ളൂ. നമ്മൾ സ്കേർട്ടിൽ കണ്ട ബോർഡേഴ്സ് തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പിന്നെ പ്ലെയിൻ നെറ്റിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 കോർണേഴ്സിലും ടാസിൽസും വരുന്നുണ്ട്. ഈ സെയിം ടാസിൽസ് തന്നെ 2 നമുക്ക് സ്കേർട്ടിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണാൻ പോകുന്ന സാരിയും പിന്നെ എൻ്റെ കയ്യിലുള്ള ബാക്കി നോർമൽ സാരീസ് ഉണ്ടല്ലോ, അതൊക്കെയും സൂക്ഷിച്ച് വെക്കുന്ന ഒരാളുണ്ട്. അത് ഞാനല്ല, അത് വിപ്പുവിൻ്റെ അമ്മയാണ്, എൻ്റെ മദറിൻലോ. ഞങ്ങളുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ അമ്മയാണ് ഈ സാരീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് പൊടി തട്ടി വെക്കുന്നതും
അതുപോലെ തന്നെ 3 മാസം 6 മാസം കൂടുമ്പോൾ ഒന്ന് വെയിൽ കൊള്ളിച്ച് അതുപോലെ തന്നെ മടക്കി ഭദ്രമായിട്ട് വെക്കുന്നത് അമ്മയാണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ എൻ്റെ വെഡ്ഡിങ് ഈവ് ആയിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അതിനെ അത്താഴൂണ് എന്ന് പറയും, മധുരം കിള്ളൽ എന്ന് പറയും, അങ്ങനെ 1-2 പേരുകളുണ്ട്. അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്തത് ഒരു പട്ടുസാരിയാണ്. എനിക്ക് നേരത്തെ തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു വെഡ്ഡിങ് ഈവിന് ഏത് ലുക്ക് വേണമെന്ന്, ഏത് ടൈപ്പ് സാരി വേണം, എങ്ങനത്തെ കളർ വേണം, ഹെയർ ഡു എങ്ങനെയായിരിക്കണം, ഏതൊക്കെ ഓർണമെൻറ്റ്സ് ഇടണം, മുല്ലപ്പൂ വെക്കണം, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ ഒന്ന് മനസ്സിൽ ഏകദേശം ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാരി വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഈ സാരി സെലക്ട് ചെയ്യാൻ പറ്റി. ഇത് ഞാൻ വാങ്ങിച്ചത് കലാനികേതൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറിൽ നിന്നാണ്. ഇത് MG റോഡിലാണ് കലാനികേതൻ ഉള്ളത്. ഇത് സോഫ്റ്റ് സിൽക്കാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും കട്ടിയില്ല, പക്ഷേ ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആണ്. ഈ സാരി വാങ്ങിക്കാൻ പോയപ്പോൾ കല്യാണത്തിനും എൻഗേജ്മെൻറ്റിനും ഒക്കെ അമ്മയ്ക്ക് ഉടുക്കാനായിട്ടുള്ള സാരീസും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. അപ്പോൾ അതെനിക്ക് വെഡ്ഡിങ് സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറായിരുന്നു അത്. കാരണം അവിടുത്തെ കളക്ഷൻസൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ആ സമയത്ത് നല്ല അടിപൊളി പട്ട് സാരി കിട്ടുമായിരുന്നു, അതും അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു കടയായിരുന്നു ഈ കലാനികേതൻ. വെഡ്ഡിങ് ഈവ്, അതായത് തഴുണ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു തവണ മാത്രമേ പിന്നെ ഈ സാരി ഉടുത്തിട്ടുള്ളൂ. അപ്പം ആ വെഡ്ഡിങ് ഈവിന് വേണ്ടിയിട്ട് എന്നെ ഈ സാരി ഉടുപ്പിച്ചത് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. ആൻറ്റി നല്ല അടിപൊളിയായിട്ട് സാരി ഉടുക്കും. അപ്പോൾ എന്നെ നല്ല അടിപൊളിയാക്കി തന്നത് ആൻറ്റിയാണ്. ഈ സാരിയുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ ബോർഡേഴ്സാണ്. ഇത് കാണുന്ന പോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡിലല്ല ഇതിൻ്റെ ബോർഡേഴ്സ് വന്നിട്ടുള്ളത്. ഈ ബോർഡേഴ്സിനൊരു കോപ്പർ ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാരിയുമായിട്ട് ഇതിൻ്റെ സാരിയുടെ കളറുമായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റുമാണ്. ഇതിൻ്റെ ബോഡിയിൽ പീക്കോക്ക് ഡിസൈനും ചക്ര ഡിസൈനും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ഓരോന്നും മാറി മാറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ബോഡിയിൽ ഈ ഡിസൈൻ ഉണ്ട്. ഇതിൻ്റെ പല്ലുവിൽ ഡിസൈൻസ് പലതും മാറി മാറി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടി എടുത്ത് കാണിക്കുന്നത് ടെമ്പിൾ ഡിസൈനാണ്. സാധാരണ പട്ട് സാരികളിൽ, കസവ് സാരികളിലൊക്കെ ടെമ്പിൾ ഡിസൈൻ നല്ല കോമൺ ആണ്. പിന്നെ ഇതിൻ്റെ അറ്റത്ത് ടാസിൽസും അവർ കെട്ടി തന്നിട്ടുണ്ട്. നമ്മൾ ബില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാരി അവർ കൊണ്ടുപോയി കെട്ടി കൊണ്ടുവന്ന് തന്നതാണ്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ്, പ്ലെയിൻ മെറ്റീരിയൽ വിത്ത് ബോർഡേഴ്സാണ്. ഇപ്പം ഞാൻ എൻ്റെ വെഡ്ഡിങ് സാരീസും ഒക്കെ കാണിക്കുന്നില്ല. പക്ഷെ ഞാനൊരു സാരി പേഴ്സണല്ല, എനിക്ക് സ്വന്തമായിട്ട് സാരി ഉടുക്കാൻ അറിയില്ല. ഞാൻ ഒരു തവണ ഉടുത്തിട്ടുണ്ട്, അത് യൂട്യൂബ് വീഡിയോസ് മൊത്തം അയച്ച് പെറുക്കി ഒരു കണക്കിന് ഉടുത്ത് ഏകദേശമൊക്കെ ഒപ്പിച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ എല്ലാ ടൈപ്പ് സാരിയും എങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാനൊന്നും അറിയില്ല. എൻ്റെ അമ്മയാണ് എന്നെ ഇത്ര നാളും സാരി ഉടുപ്പിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും ഞാൻ യൂട്യൂബിൽ ഈ ബ്ലഷ് വിത്ത് ആഷ്, നമ്മുടെ ഐശ്വര്യ ചേച്ചി, ബ്യൂട്ടി ബക്സ് TV, കരിമഷി ലവർ, ഇവരൊക്കെ സാരി ഉടുക്കും ഭയങ്കര, എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് അസൂയ തോന്നും കേട്ടോ, പറയുന്നതിന് വിചാരിക്കരുത്. എനിക്ക് നല്ല അസൂയ തോന്നും അവർ സാരി ഉടുത്ത് കാണുമ്പോൾ. കാരണം എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഉടുക്കുന്നത്. അത് ഉടുത്ത് അവർ ക്യാരി ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അപ്പം ഞാൻ ഇടയ്ക്ക് ഓർക്കും ഇതുപോലെ സാരി ഉടുത്ത് പഠിക്കണം എന്ന്. ഇനി അടുത്തത് വെഡ്ഡിങ് ആണ്. വെഡ്ഡിങ്ങിന് സാരി മതിയെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏത് ടൈപ്പ് വേണം എന്ന് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിൽ കരുതി പോയത് കാഞ്ചീപുരം മോഡൽ വാങ്ങിക്കാനാണ്. പക്ഷേ ഞാനിങ്ങനെ എല്ലാം നോക്കി പിന്നെ രാവിലെ പോയതാണ്, 2 മണിയായിട്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആകെ കൺഫ്യൂഷനായി. അപ്പോൾ എൻ്റെ കൂടെ ഡാഡിയുടെ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഡാഡിയുടെ അനിയൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ കാര്യം കൊണ്ട് എൻ്റെ അനിയത്തിക്ക് വരാൻ പറ്റിയില്ല. അവൾ ആ സമയത്ത് +1 പഠിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് വരാൻ പറ്റിയില്ല. ബാൻഡി ഇങ്ങനെ അവരെ കൊണ്ട് പല സാരികളൊക്കെ എന്നെ ഉടുപ്പിച്ചും വെച്ചൊക്കെ കാണിച്ചൊക്കെ നോക്കി. പക്ഷെ ആർക്കും അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഒന്നും. സ്റ്റോൺ വർക്കിൻ്റെ സാരി വേണ്ടാന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. പക്ഷേ എനിക്ക് ഈ സാരികളൊക്കെ പലത് ട്രൈ ചെയ്ത് നോക്കിയിട്ടും എൻ്റെ മുഖത്തിനൊരു ബ്രൈറ്റ്നെസ്സും ഒരു തെളിച്ചമൊക്കെ വെച്ച് വന്നത് സ്റ്റോൺ വർക്ക് സാരിക്കായിരുന്നു. അപ്പോൾ ആ സാരി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ സാരി. ഇത് ഭയങ്കര ഹെവിയാണ്. എനിക്കിപ്പോഴും അറിയില്ല ആ വെഡ്ഡിങ് ഡേയിൽ എത്രയും മണിക്കൂർ ഞാൻ ഈ സാരി ഉടുത്ത് എങ്ങനെ നിന്നെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഭയങ്കര ഹെവിയാണ്, ശരിക്കും കൈവേദന എടുക്കുന്നുണ്ട് ഇതിങ്ങനെ പിടിച്ചിട്ട്. ഈ കാഞ്ചീപുരം സാരി വാങ്ങിക്കാൻ പോയി ഞാൻ എങ്ങനെ ഇതിലേക്ക് വന്നെന്ന് പറയും. കാരണം എനിക്ക് ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് ലുക്കാണല്ലോ. അപ്പോൾ എൻ്റെ പേരൻസിന് എന്നെ ഫുൾ ഓർണമെൻറ്റ്സ് ഇട്ടിട്ട് വേണം മാരേജിന് വിടാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാം വെച്ചൊക്കെ നോക്കുമ്പോൾ ഈ ഓർണമെൻറ്റ്സും ഈ സാരിയുടെ കളറൊക്കെ ആയിട്ടൊന്നും ചേരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഈ ഒരു സാരിയിൽ പെട്ടത്. ആ വെഡ്ഡിങ്ങിൻ്റെ ഒരു ഫംഗ്ഷന്
മാത്രമേ ഈ സാരി ഉടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ സാരി തൊട്ടിട്ടേ ഇല്ല. ഇതാണ് എൻ്റെ വെഡ്ഡിങ് സാരി. എൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും വെയിറ്റ് കൂടിയ സാരിയാണിത്. ഇതിൻ്റെ ഒരു കളറ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഡാർക്ക് ക്രീം കളറാണ്. ആ സമയത്തൊക്കെ എല്ലാവരും ഇങ്ങനത്തെ ഒരു കളറാണ് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് മാറി. ഇതിൽ വെച്ചിട്ടുള്ള സ്റ്റോൺസിന് ഗോൾഡൻ കളറാണ്. യെല്ലോയിഷ് ഗോൾഡൻ കളറിലെ സ്റ്റോൺസും ബീഡ്സും ആണ് ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സാരിയിൽ ഫുൾ നെറ്റിൽ എംബ്രോയ്ഡറി ചെയ്തേക്കുവാണ്. നെറ്റിൽ ലീവ്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഡിസൈനാണ് ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതില്ലാത്തൊരു പോർഷൻ ഇല്ല, എല്ലായിടത്തും എംബ്രോയ്ഡറി ചെയ്തേക്കുവാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് നല്ല കൂടുതലാണ്. പിന്നെ സ്റ്റോൺസിൻ്റെ വെയിറ്റും കൂടിയുണ്ട്. ഇതിൻ്റെ ബോർഡർ വരുന്നത് സ്ട്രെയിറ്റ് അല്ല, ആ ഡിസൈൻ അനുസരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ഉണ്ട് ഇതിന്. ഇങ്ങനെ റാ പോലത്തെ ഷേപ്പിലാണ് അത് കട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ പ്ലെയിൻ നെറ്റിലാണ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് കാണാൻ പറ്റും. നെറ്റ് ഭയങ്കര നൈസാണ്, പക്ഷേ എംബ്രോയ്ഡറിയാണ് നല്ല ഹെവി ആയിട്ടുള്ളത്. ആ ഡിസൈനിൻ്റെ കളറാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതും. ഈ ത്രെഡിൻ്റെ കളറാണ് എടുത്ത് കാണിക്കുന്നത്. നെറ്റ് ഭയങ്കര ലൈറ്റാണ്. ഈ സാരിയുടെ 4 വശത്തിലും എംബ്രോയ്ഡറി കവർ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് ഭാഗം വിട്ട് കളഞ്ഞിട്ടുള്ളത് നമ്മൾ ഉള്ളിലേക്ക് ടക്ക് ചെയ്ത് വെക്കുമല്ലോ സാരി, ആ ഭാഗം മാത്രമേ ബോർഡറിൽ നിന്ന് ഒഴിവായിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും ബോർഡർ ഉണ്ട്. ബോർഡറിൽ കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിലത്തെ സ്റ്റോൺസും പിന്നെ ഒരു കോപ്പർ ഷെയ്ഡ് വരുന്ന കുറച്ച് എംബ്രോയ്ഡറി ബീഡ്സും പിന്നെ അതിൻ്റെ കൂടെയുള്ളത് കുന്തൻ സ്റ്റോണിൻ്റെ മോഡൽ വരുന്ന കുറച്ച് മുത്തുകളുമാണ്. ഈ ത്രൂ ഔട്ട് ഇത് തന്നെയാണ് ഡിസൈൻ പോയിട്ടുള്ളത്. ആണ് ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ നെറ്റാണ് കിട്ടിയത്. പിന്നെ അതിൽ കുറച്ച് കൈയുടെ അവിടെ വയ്ക്കാൻ കുറച്ച് ഡിസൈൻസും ഉണ്ടായിരുന്നു. അതല്ലാതെ എല്ലാം പ്ലെയിൻ ആയിരുന്നു. കാരണം ഈ സാരി ഇത്രയും ഹെവി ആയതുകൊണ്ട് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസായിരുന്നു. ഞാനും പിന്നെ അതിനകത്ത് ഒന്നും ചെയ്യാൻ പോയില്ല, കാരണം ഇത്രയും ഹെവി ആയിട്ടുള്ളത് കൊണ്ട് അതങ്ങനെ തന്നെ വിട്ടു. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് സാറ്റൻ തുണിയാണ്. അത് ഞാൻ തന്നെ വാങ്ങിച്ച് വെച്ചതാണ്. ഇതിൻ്റെ കൂടെ അങ്ങനെ ലൈനിങ് മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല. ഇതെൻ്റെ മന്ത്രകോടി സാരിയാണ്. ഇതൊരു ഓറഞ്ച് ആൻഡ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതാണ്. ഇതിനെ വിരിപ്പാവെന്നും നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്. കാരണം വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ ഹസ്ബൻഡ് വൈഫിൻ്റെ തലയിൽ ഇങ്ങനെ പുതപ്പിച്ച് കൊടുക്കുന്ന ഒരു സാരിയാണിത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിന് വിരിപ്പാവെന്ന് പേര് വന്നത്. നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്രയും കാലം വരെ ഇത് സൂക്ഷിച്ച് വെക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ സാരി വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ 2 ഫാമിലീസും ഒരുമിച്ചാണ് പോയത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ അതിന് ഹസ്ബൻഡും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം തന്നെയാണ് ഇതും വാങ്ങിച്ചത്. കാരണം അവർക്ക് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് വരാൻ എപ്പോഴും അങ്ങനെ ഈസി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വെഡ്ഡിങ്ങിൻ്റെ തിരക്കൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഒരു ദിവസം തന്നെ ചെയ്യാമെന്ന് വെച്ചു. ഈ സാരി പർച്ചേസ് ചെയ്യാനായിട്ട് വിപ്പും പിന്നെ അമ്മയും ഒക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്ന് നീ ഇതൊക്കെ സാരി വേണം, ഏത് ഷോപ്പിൽ നിന്ന് വേണം, നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം, അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് കലാനികേതൻ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അതിന് മുന്നേ ഞാൻ വെഡ്ഡിങ്ങിനായിട്ട് കുറച്ച് സാരീസൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഷോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കലാനികേതനിൽ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ആ ഷോപ്പിൽ പോയപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തമിഴ്നാട്ടിൽ തറിയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അവരുടെ സാരീസൊക്കെ കൊണ്ടുവരുന്നത്. അതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അഫോർഡബിൾ റേറ്റ് ആണ്. പിന്നെ മറ്റ് ഷോപ്പുകളിൽ കാണുന്നതിനേലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് എനിക്ക് അവിടെ ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ അവിടെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 4 പേര്, പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് 4 പേര്, പിന്നെ വിപ്പുവിൻ്റെ ആൻറ്റിയും അങ്കിളും അവർ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു ഈ സാരി എടുക്കുന്ന സമയത്ത്. പക്ഷേ അവരുടെ അടുത്ത് പറഞ്ഞു, നീ ഇതൊക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന സാരിയാണ്, അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം, അതിനൊരു കുഴപ്പമില്ല, ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ല, ഏത് കളറ് ഏത് ഡിസൈൻ അങ്ങനെ ഒന്നുമില്ല, ഇഷ്ടപ്പെട്ട സാരി അത് വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ സാരികളൊക്കെ നമ്മളെടുത്ത് നോക്കി, 1-2 എണ്ണം ഉടുത്തൊക്കെ നോക്കി. പക്ഷേ എനിക്ക് ഈ റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ റെഡിൻ്റെ ഒരു ഷെയ്ഡ് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഉള്ള ഒരു സാരിയാണ്. റെഡ് എപ്പോഴും ഒരു പുതുമയുള്ള കളറാണ്. പക്ഷേ അതിൽ നിന്നൊന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സാരിയിൽ ഇപ്പോൾ ഒന്ന് പെട്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഡിസൈൻസിൽ കാണുമ്പോൾ ബോഡി കളർ ഓറഞ്ച് ആയിരിക്കും, അതിൽ ഗോൾഡൻ കളറിലെ ഡിസൈൻസ് ആയിരിക്കും എല്ലായിടത്തും കാണുന്നത്. ആ ഒരു സമയത്ത് ഒരു 4 വർഷത്തെ മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതിൽ ഞാൻ ഡിഫറൻസ് കണ്ടതെന്ന് വെച്ചാൽ ഗോൾഡൻ കളറാണ് സാരിക്ക് ഫുള്ള്, ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടാണ് സാരി ഫുള്ള് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഓറഞ്ച് കളറിലത്തെ ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായിട്ടോ. വിപ്പുവിനിങ്ങനെ കടകളിലൊക്കെ പോയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് സാരിയൊക്കെ ഷോപ്പ് ചെയ്യാനോ, സാരിയല്ല എന്ത് സാധനം വാങ്ങിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്ത ആളാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പക്ഷേ സ്വന്തം ഡ്രസ്സ് എടുക്കാനൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസം മൊത്തം നോക്കൂട്ടോ.
പിന്നെ ഈ സാരിയുടെ ഒരു പ്രത്യേകത, ഇതിന് 2 ബ്ലൗസ് പീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഗോൾഡനും ഓറഞ്ചും കൂടി വീവ് ചെയ്തേക്കുന്ന ഒരു പ്ലെയിൻ ബ്ലൗസ് പീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പല്ലുവിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഹെവി ബ്ലൗസ് പീസ് ഉണ്ട്. ഞാൻ അതാണ് തയ്പ്പിച്ചത്. പക്ഷെ ഇപ്പം എനിക്കതൊന്നും പാകമല്ല. സാരി ഫുള്ള് ഗോൾഡൻ കളറാണ്, പക്ഷേ യെല്ലോ ഗോൾഡ് അല്ല, ഇതിലൊരു കുറച്ച് കോപ്പർ ഷെയ്ഡ് വരുന്ന ഗോൾഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു ഗോൾഡല്ല. സാധാരണ ഡിസൈൻസ് ഒക്കെ വരുന്നത് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടും ബോഡി ഏതെങ്കിലും പ്ലെയിൻ കളറുമായിരിക്കും. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ. ഗോൾഡൻ ബോഡിയും പിന്നെ ഓറഞ്ച് കളറിലെ ത്രെഡ് വെച്ചിട്ടാണ് ഫുൾ ബോഡിയിൽ ഡിസൈൻ പോയിട്ടുള്ളത്. ബോഡിയിൽ വരുന്ന ഡിസൈൻ താമരയാണ്. താമര വിരിഞ്ഞ് നിൽക്കുന്ന താമര ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഓറഞ്ച് നൂല് വെച്ചിട്ടാണ് അത് വീവ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡിസൈൻസ് എന്തൊക്കെയോ ഇങ്ങനെ ലീഫിൻ്റെ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോർഡറിന് പ്രത്യേകിച്ച് അങ്ങനെ അലങ്കാരപ്പണികളൊന്നുമില്ല. ഗോൾഡൻ ത്രെഡ് മാത്രം ഉപയോഗിച്ച് വീവ് ചെയ്തിട്ടുള്ളതാണ്. അതിന് ചെറിയൊരു ഡിസൈൻ പാറ്റേൺ ഉണ്ട്, പക്ഷേ അതിങ്ങനെ അത്രക്കിങ്ങനെ നമ്മൾ ക്യാമറയിലൂടെ കാണുമ്പോൾ വിസിബിൾ അല്ല. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ. ഇത് ഗോൾഡൻ ആൻഡ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതാണ്. കുറച്ചധികം ഡിസൈൻസൊക്കെ ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് കളർ ഓറഞ്ചാണ്, അപ്പോൾ അതിങ്ങനെ ചരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് 2 ബ്ലൗസ് പീസുള്ള സാരിയാണ്. അപ്പോൾ അതിൽ മെയിൻ കുറച്ച് ഡിസൈൻസൊക്കെ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ വെഡ്ഡിങ്ങിന് തയ്ച്ചത്. പിന്നെ ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അതാണ് ഈ ബ്ലൗസ് പീസ്. അത് സിമ്പിളാണ്, പ്ലെയിനാണ്, ഡബിൾ ഷെയ്ഡ് വരുന്നതാണ്. വെഡ്ഡിങ്ങിനായിട്ട് ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് 2 സാരീസാണ് വാങ്ങിക്കുന്നത്. അതൊന്ന് ഈ മന്ത്രകോടി സാരി, പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു സെക്കൻഡ് സാരി എന്ന് പറയും. അതിന് സെക്കൻഡ് സാരി എന്നാണ് എല്ലാ നാട്ടിലും പറയുന്നത്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാരി കൂടി എടുക്കണം. നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഉടുക്കാനെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതാണ് ഒരു സാരി ആ വെഡ്ഡിങ്ങിൻ്റെ ദിവസം. പക്ഷെ ഞാനങ്ങനെ ഉടുത്തൊന്നുമില്ല. ഇതാണ് ആ സാരി. ഇതൊരു പീകോക്ക് ബ്ലൂ കളറിലെ സാരിയാണ്. ഇതും കലാനികേതനിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രകോടി എടുക്കാൻ പോയതിൻ്റെ ഒപ്പം തന്നെ ഈ സാരിയും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ, ബ്ലൂ എന്ന് പറഞ്ഞാൽ വിപ്പുന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. അപ്പോൾ ഈ സാരി കണ്ടപ്പോൾ ഇതെടുക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു യെല്ലോയും ഡാർക്ക് പിങ്കും കൂടി ഒരു കോമ്പിനേഷനാണ്. അതൊരു ഭയങ്കര അടിപൊളി ഗേളിഷ് കളറായിരുന്നു. നമ്മൾ എവിടെ നിന്നിട്ടുണ്ടെങ്കിലും, അത് കൊടുത്ത് എവിടെ നിന്നിട്ടുണ്ടെങ്കിലും നമ്മളൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകുന്ന, അല്ലെങ്കിൽ എന്താണ്, ഒരു ലുക്ക് അറ്റ് മീ ടൈപ്പ് സാരിയാണ്. അത് ഉടുത്തോണ്ട് പോയാൽ അടിപൊളിയായിരിക്കും. ഇത് മോശം എന്നല്ല പറഞ്ഞത്, പക്ഷേ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ബ്ലൂ വലിയ ഇഷ്ടമല്ല. അപ്പോൾ കളർ കോമ്പിനേഷനേലും കുറച്ചും കൂടി ഒരു അട്രാക്ഷനുള്ള സാരിയായിരുന്നു അത്. പക്ഷേ ഞാനത് എടുത്തില്ല, കാരണം വിപ്പു ബ്ലൂ എടുക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഓക്കെ, ബ്ലൂ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഈ സാരി എടുക്കാൻ പോയ സമയത്ത് വിപ്പുവിൻ്റെ അമ്മയ്ക്ക് 1-2 സാരി കൂടി ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ നമ്മൾ പട്ടുസാരികളിലൊക്കെ കാണുന്ന കോമൺ ഒരു കളറാണ് ബ്ലൂ. ഇത് നല്ല ഷൈനിങ് ഉള്ളൊരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും പട്ടുസാരികളിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണിത്. ഈ സാരിക്ക് 2 സൈഡിലും 2 ബോർഡറാണുള്ളത്. ഒന്ന് ഒരു 2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ കോപ്പർ ഷെയ്ഡിലുള്ള ഒരു കോമൺ ബോർഡർ സാധാരണത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ കുറച്ച് വീതിയിലുള്ള ബോർഡറാണ്. പക്ഷെ അതങ്ങനെ ബോർഡറായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നില്ല. അത് സാരിയുടെ കൂടെ ഒരു ഡിസൈനായിട്ട് തന്നെ പോവുകയാണ്. ഗോൾഡൻ കളറിലെ ത്രെഡ് വെച്ചിട്ട് ചെറിയ ചെറിയ ബോക്സ് ഡിസൈൻ പോലെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നൂല് കയറ്റി അങ്ങനത്തെ ഒരു ഡിസൈനാണിത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം മജന്തിയും പച്ചയും കളറിലുള്ള നൂല് വെച്ചിട്ട്, സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഒരു ഡിസൈനും ഫ്ലവർ ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ ത്രെഡാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും അതങ്ങനെ എടുത്ത് കാണുന്ന ഒരു ലുക്ക് അറ്റ് മീ ടൈപ്പ് ഓഫ് കളറല്ല. ഒരു സോഫ്റ്റ് ആൻഡ് സട്ടിലായിട്ടുള്ളൊരു ഗോൾഡൻ ഡിസൈനാണിത്. ബോർഡറിൻ്റെ ആ ഡിസൈൻ തന്നെ പല്ലൂലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ബോർഡറിലുള്ളതിനേലും കുറച്ചൊരു ഡബിൾ വലിപ്പത്തിലാണ് ഇവിടെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആണെങ്കിലും അതങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. അത് ആ സാരിയുടെ കളറിനോട് തന്നെ മാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ഉള്ളൊരു ഡിസൈനാണ്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ കളറ് വാടാമല്ലിയാണ്. ചെറിയൊരു ബോർഡറുണ്ട് സാരിയിലുണ്ടായിരുന്ന പോലെ തന്നെ. പിന്നെ ചെറിയ
ലൈൻസ് കൊടുത്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാരി അല്ലെങ്കിൽ ചുരിദാർ ഒക്കെ പറയുമ്പോൾ മെയിനായിട്ട് പറയുന്നൊരു കളറാണ്, പേരാണ് വാടാമല്ലി കളർ. അപ്പോൾ ആ കളറിലുള്ള ഒരു ബ്ലൗസ് പീസാണിത്. അല്ലാതെ വേറൊന്നും ഈ വാടാമല്ലി എന്നങ്ങനെ പറയാറില്ല, ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ. എൻ്റെ മാരേജ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മാരേജിൻ്റെ ആവശ്യത്തിനായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അലമാരിയിലൊക്കെ വെക്കില്ലേ, അതിനൊക്കെ ആയിട്ട് വാങ്ങിച്ചതിൽ ഏറ്റവും ആദ്യത്തെ സാരിയാണ്. ഇപ്പോൾ വെഡ്ഡിങ്ങിന് ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്തതിന് മുന്നേ വാങ്ങിച്ചിട്ടുള്ളൊരു സാരിയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് പേപ്പറിലൊരു പരസ്യം കണ്ടു. കലാനികേതൻ എന്ന് പറഞ്ഞൊരു സ്റ്റോറിൽ പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്, അവിടെ അവർക്ക് സ്വന്തമായിട്ട് തറിയുണ്ട്, അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, അഫോർഡബിൾ റേറ്റ് ആണ്, പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ട്, ഭയങ്കര വെറൈറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം അമ്മ ജോലി കഴിഞ്ഞ്, അമ്മ ടീച്ചറാണ് കേട്ടോ, അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ഈ അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചു കൊടുക്കും. അപ്പോൾ അമ്മയ്ക്കും പോയി നോക്കിയാൽ കൊള്ളാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വൈകുന്നേരം 5:30-6 മണിയൊക്കെ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയൊന്നുമല്ല, ഈ അടുത്താണ്. അപ്പോൾ ഒന്ന് പോയി നോക്കി. അപ്പോൾ അവിടുത്തെ കളക്ഷൻസൊക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു ശരിക്കും. ആ സമയത്ത് നമുക്ക് ഒരു ചെയർ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. പക്ഷെ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനേലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കളക്ഷൻസാണ്. അപ്പോൾ ആ സാരിയാണ് ഇത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരു പെൺകുട്ടിക്ക് ആദ്യമായിട്ട് സാരി വാങ്ങിക്കുമ്പോൾ ആദ്യമായിട്ട് സാരി ഉടുക്കുമ്പോൾ ഒരു പച്ച കളറിലെ സാരി ഉടുക്കണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അപ്പോൾ അതൊരു പ്രോസ്പെരിറ്റിയുടെ ഒരു കളറാണ്. ഗ്രീൻ കളർ സാരി ഉടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാരീസൊക്കെ വാങ്ങിക്കാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഫസ്റ്റ് സാരി, ഇതിന് മുന്നേ 2 സാരീസ് വാങ്ങിച്ചിട്ടുണ്ട്, കോൺവൊക്കേഷനും പിന്നെ ഫെയർവെൽ പാർട്ടിക്കും വേണ്ടിയിട്ട്. അത് രണ്ടും വേറെ കളറാണ്, ഗ്രീൻ അല്ല. സോ അപ്പോൾ അന്ന് മുതലേ മനസ്സിലുള്ളതാണ് ഒരു ഗ്രീൻ കളർ സാരി വാങ്ങിക്കണം. ഇതൊരു സിൽക്ക് സാരിയാണ്, പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ പേപ്പർ സിൽക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു മെറ്റീരിയലാണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സീ ത്രൂ പോലെയാണ് ഈ സാരി. ഭയങ്കര സോഫ്റ്റ് ആണ്, ഉടുക്കാനോ അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ ഒരു കളർ തന്നെ ഭയങ്കര നമ്മുടെ ഫേസിനൊരു ബ്രൈറ്റ്നെസ് തരുന്ന ഒരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഞാൻ ഒരു തവണയെ ഉടുത്തിട്ടുള്ളൂ. ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഉടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. 2018 വെള്ളപ്പൊക്കവും പ്രളയമൊക്കെ വന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ബർത്തിൻ്റെ ലെവൽ വരെ വെള്ളം വന്നു. എല്ലാ സാരികളും മാറ്റിയിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ മുകളിലേക്കും ഒക്കെ കൊണ്ടുപോയി കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയോ ഇതിൻ്റെ ബ്ലൗസ് അതിൽ പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സാരിയുടെ ബ്ലൗസ് വെള്ളത്തിൽ നനഞ്ഞു പോയി. പക്ഷെ കിട്ടിയെങ്കിലും അതിങ്ങനെ പിന്നിപ്പോയി. ഭയങ്കര നൈസ് തുണിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ പിന്നിപ്പോയി. സാധാരണ ഡെയിലി വെയർ സാരികളിൽ ബോട്ടിൽ ഗ്രീൻ അങ്ങനെ അധികം കാണാത്ത ഒരു കളറാണ്. പക്ഷെ സിൽക്ക് സാരിയിലാവുമ്പോൾ ഇതിനൊരു ഭയങ്കര ഭംഗിയാണ്. എനിക്ക് പ്രിയപ്പെട്ട സാരികളിൽ ഒന്നാണ് ഈ ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള സാരി. ഇത് അങ്ങനെ ഒരുപാട് അലങ്കാരപ്പണികളൊന്നുമില്ല, ഒരു സിമ്പിൾ സാരിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണിത്. ഇത് ഒരു ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. ഗ്രീനാണ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ ചരിച്ചൊക്കെ നോക്കുമ്പോൾ ഡാർക്ക് പിങ്ക് കളറിലെ വേവിങ് പോയേക്കുന്നത് കാണാൻ പറ്റും. ഇത് സെൽഫ് പ്രിൻ്റ് വരുന്ന സാരിയാണിത്. ഇതിന് ചെറിയൊരു ബോർഡർ ഉണ്ട്, ഗോൾഡൻ കളറിലത്തെ ചെറിയൊരു ബോർഡർ ഉണ്ട്. പക്ഷേ ആ ബോർഡറിനൊന്നും ഈ സാരിയിൽ വലിയ പ്രാധാന്യമില്ല. ഇതിൽ സെൽഫ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത്, ലോട്ടസിൻ്റെ ഷേപ്പിലുള്ള സെൽഫ് പ്രിൻ്റാണ് ഇതിൽ ഫുൾ ബോഡിയിൽ വന്നിട്ടുള്ളത്. ഇതൊരു പട്ടുസാരി ആണെങ്കിലും ഒരുപാട് ഗോൾഡൻ വർക്കുകളൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ പട്ടുസാരിയാണ്. ഇതിൻ്റെ പല്ലു വരുന്നത് 6 ആഗ് ഡിസൈനിലാണ്. ഗ്രീനും പിങ്കും കൂടിയാണ് ആ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പല്ലു കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇതിൽ പിങ്ക് കളറിലത്തെ ത്രെഡ് നന്നായിട്ട് ഉണ്ട് എന്ന്. അതുപോലെ തന്നെ ടാസിൽസും ഫുൾ പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്.